ഹലോ ഫ്രണ്ട്സ്, പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യം. വെളിപ്പെടാതെ ഗൂഢമായതൊന്നുമില്ല, പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നത് ഒന്നുമില്ല. For nothing is secret that shall not be made manifest, neither anything hid that shall not be known and come abroad. ഇതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 2-ാം വാക്യം. മൂടി വെച്ചത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല. For there is nothing covered that shall not be revealed, neither hid that shall not be known. ആദ്യത്തെ ഉദാഹരണം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ അത് തണ്ടിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന വിളക്കിനെ കുറിച്ച് അതോടെ കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ അകത്ത് വെളിച്ചമുണ്ടെങ്കിൽ അത് തണ്ടിൻ്റെ മേൽ വെക്കേണ്ട ആവശ്യമുണ്ട്. സഭയിൽ നമ്മൾ അറിയപ്പെടേണ്ട ആവശ്യമുണ്ട്. സഭക്ക് നമ്മൾ ഗുണമാകേണ്ട ആവശ്യമുണ്ട്. തനിച്ചായിട്ടിരിക്കുന്ന ഒരാൾ സഭയാകുന്നില്ല. കൂട്ടായ്മ ദൈവം ആഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മൾ വെളിച്ചം മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ നമ്മളെ വെളിച്ചത്തെ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത്തെ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഫരിസന്മാരെ കുറിച്ചുള്ള പുളിപ്പിനെ കുറിച്ചാണ് അവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. പുളിപ്പ് നമ്മൾ മാവിൽ ഒളിപ്പിച്ചു വെച്ചാലും അടുത്ത ദിവസം തന്നെ ആ പുളിപ്പിൻ്റെ എഫക്റ്റ് നമുക്ക് മാവിൽ കാണാൻ സാധിക്കും. അപ്പം നമ്മൾ രണ്ട് ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഉദാഹരണത്തിൽ വെളിച്ചമായി നമ്മൾ ഈ ലോകത്ത് പ്രകാശിക്കേണ്ട ആവശ്യമുണ്ട്. രണ്ട്, നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും കപടതയുണ്ടെങ്കിൽ, കപടതയുടെ ആത്മാവോ ഹൃദയമുണ്ടെങ്കിൽ അതും ഒരു ദിവസം വെളിപ്പെടും. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു: സമയം ആകുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിധിക്കരുത്. കർത്താവ് വരുമ്പോൾ സകലത്തെ കർത്താവ് വെളിച്ചത്തിൽ വരുത്തും. അന്ധകാരത്തിലിരിക്കുന്ന കാര്യങ്ങളും ഹൃദയത്തിലുള്ള നിരൂപണങ്ങളും കർത്താവ് വെളിപ്പെടുത്തും. അപ്പോൾ ഓരോരുത്തരുടെ പ്രശംസ ദൈവത്തിൽ നിന്ന് വരും. ഈ ഭൂമിയിൽ നമ്മൾ ഈ ശരീരത്തിൽ വസിക്കുന്ന നാളുകളൊക്കെയും നമ്മൾ സൂക്ഷ്മതയോടെ കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ദിവസം കർത്താവിൻ്റെ ന്യായസ്ഥാനത്തിന് മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ട ആവശ്യമുണ്ട്. ആ സമയത്ത് നമ്മൾ ഓരോരുത്തരുടെ ശരീരത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അത് ദൈവത്തിന് മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളായി നമ്മുടെ വെളിച്ചം കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ദൈവം കൊളുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ വെളിച്ചം മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ കട്ടിലിൻ്റെ അടിയിൽ വെക്കാതെ, പരക്കടിയിൽ വെക്കാതെ, അത് മറ്റുള്ളവർ കണ്ട് നമ്മളുടെ നല്ല പ്രവർത്തികളെ കണ്ട് നമ്മളുടെ നല്ല സംസാരം കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള ധൈര്യവും പ്രബോധനങ്ങളും മറ്റുള്ളവർക്കും ആശ്വാസം തരുന്ന വാക്കുകൾ, കൊടുക്കുന്ന വാക്കുകൾ മറ്റുള്ളവർ കേട്ട് അത് കർത്താവിനെ പ്രശംസിക്കുന്ന രീതിയിൽ, ദൈവത്തെ പ്രശംസിക്കുന്ന രീതിയിൽ ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം. ഈ വാക്കിനാൽ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ലൂക്കോസ് 8:17 ലൂക്കോസ് 12:2 പ്രകാരം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.